രാത്രിയുടെ അതിഭീകരമായ യാമം. ഗ്രാമവാസികളെല്ലാം ഉറക്കമായി. എന്നാൽ ആ ഗ്രാമം ഉറങ്ങിയില്ല. തളം കെട്ടിനിന്ന നിശബ്ദതയുടെ മീതെ അരിച്ചിറങ്ങുന്ന തണുത്ത മരവിച്ച കാറ്റിൻ്റെ മരണഗന്ധം പേറിയ ആ സെർബിയൻ ഗ്രാമം ഭയചകിതനായി ശ്വാസമടക്കി പിടിച്ച് ചുരുണ്ടുകൂടി വിതുമ്പുന്ന ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ വരവനായി കാത്തിരിക്കുകയായിരുന്നു. തെരുവിൻ്റെ ഇരുട്ടുമൂടിയ കോണിൽ നിലാവിൻ്റെ വെള്ളി വെളിച്ചം അവൻ്റെ ചിത്രം വരച്ചു. നീളമുള്ള മെലിഞ്ഞ ശരീരം, തിളങ്ങുന്ന കണ്ണുകൾ, വിളറിയ മുഖം, കൂർത്ത നഖങ്ങൾ, ചോരക്കറ പുരണ്ട കോമ്പല്ലുകൾ. ദ വാമ്പയർ ഓഫ് സെർബിയ, അർണോൾഡ് പൗലെ. ബാൽക്കൺ പ്രദേശത്തെ ഒരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ് സെർബിയ. ഹംഗറി, റൊമാനിയ, ക്രൊയേഷ്യ, നോർത്ത് മക്കഡോണിയ തുടങ്ങിയ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട സെർബിയ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ചരിത്രത്തിൽ ഇടം നേടിയിരുന്നു. കൂടാതെ പ്രാചീന ഭരണ സംവിധാനങ്ങളും ഓട്ടോമൻ കടന്നുകയറ്റവുമൊക്കെ സെർബിയയുടെ സാംസ്കാരിക രംഗത്തെ, പ്രത്യേകിച്ച് ഫോക്ലോർ സംസ്കാരത്തെ വളരെയധികം സമ്പന്നമാക്കിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം വാമ്പയർ കഥകളാണ്. രാത്രി സഞ്ചാരികളായ രക്തരക്ഷസുകൾ സെർബിയൻ നാടോടി കഥകളുടെ നട്ടെല്ലായിരുന്നു. അങ്ങനെയിരിക്കെയാണ് അർണോൾഡ് പൗലെ എന്ന ഒരു സൈനികന്റെ ജീവിതാനുഭവങ്ങളും മരണവും നാടോടി കഥകൾക്ക് ജീവനേകിക്കൊണ്ട് അസ്വസ്ഥതയുടെ രാത്രികൾ സമ്മാനിച്ച് എത്തുന്നത്. സൈനിക സേവനം അവസാനിപ്പിച്ചെത്തുന്ന ഏതൊരു പട്ടാളക്കാരനെയും പോലെ ആഘോഷപൂർവമായ ഒരു തിരിച്ചുവരവായിരുന്നില്ല അർണോൾഡിൻ്റേത്. അവൻ്റെ കണ്ണുകളിൽ വിശ്രമ ജീവിതത്തിൻ്റെ തിളക്കമായിരുന്നില്ല. പകരം എന്തിൽ നിന്നോ ഓടി രക്ഷപ്പെടുവാനുള്ള വിഫലമായ ശ്രമത്തിൻ്റെ നിരാശയായിരുന്നു. ഒരു കാലത്ത് വളരെ ഊർജ്ജസ്വലനായിരുന്ന ആ യുവാവ് പിന്നീട് ഒരു കർഷകനായി നിശബ്ദനായി കഴിഞ്ഞുകൂടുന്നത് കാണുന്ന ഗ്രാമവാസികളിൽ ചിലർക്കൊക്കെ അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന ചിന്ത വന്നു. അർണോൾഡ് തൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോട് മാത്രം താൻ സൈനിക സേവനത്തിന് പോയ സ്ഥലവും അവിടെ ഉണ്ടായ ചില ദുരനുഭവങ്ങളും പങ്കുവെക്കുന്നുണ്ട്. അവിടെ ആരും പൂർണ്ണമായി മരിക്കുന്നില്ല. മരിച്ചവരാരും അവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന അന്ത്യവിശ്രമ സ്ഥലങ്ങളിൽ തുടരുവാൻ തയ്യാറാകുന്നില്ല. രാത്രികാലങ്ങളിൽ അവർ അവിടെ നിന്നും എഴുന്നേറ്റ് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങും. അങ്ങനെയിരിക്കെ രക്തദാഹം ശമിപ്പിക്കുവാൻ ശവക്കുഴി തകർത്തിറങ്ങിയ ഒരു ഭീകരജീവിയെ താൻ നേരിട്ട് കണ്ടു എന്ന് പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്നും കിട്ടിയ അറിവ് അനുസരിച്ച് അർണോൾഡ് അതിൻ്റെ നെഞ്ചിലൂടെ ഒരു മൂർച്ചയേറിയ തടിക്കഷ്ണം കുത്തിയിറക്കി അതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നും സുഹൃത്തുക്കളോട് പറഞ്ഞു. വീണ്ടും ഇത്തരം ഭീകരസത്വങ്ങൾ അവനെ പിന്തുടരാതിരിക്കുവാൻ സെർബിയൻ ആചാരപ്രകാരം ആ വാമ്പയറിന്റെ ശവകുടീരത്തിലെ മണ്ണ് താൻ ഭക്ഷിക്കുകയും ചെയ്തു എന്ന് അവൻ അവരെ അറിയിച്ചു. അർണോൾഡിന്റെ ഈ അനുഭവ കഥയ്ക്ക് വേണ്ടുന്ന പ്രചാരം ലഭിക്കുന്നതിന് മുന്നേ തന്നെ അർണോൾഡ് മരണപ്പെട്ടിരുന്നു. എന്നാൽ ഇത് അസ്വാഭാവികമായ ഒരു മരണമായിരുന്നില്ല. കച്ചിക്കെട്ടുകളുമായി വയലിൽ നിന്നും മടങ്ങവേ കുതിരവണ്ടിയിൽ നിന്നും തെറിച്ചു വീണായിരുന്നു അവന്റെ മരണം. എന്നാൽ യഥാർത്ഥ കഥ തുടങ്ങുന്നത് അർണോൾഡിന്റെ മരണശേഷമാണ്. രാത്രികാലങ്ങളിൽ ആളൊഴിഞ്ഞ വഴികളിൽ അർണോൾഡിൻ്റെതിന് സമാനമായ കാലൊച്ചകൾ കേൾക്കുവാൻ തുടങ്ങി. തെരുവിൻ്റെ ഒഴിഞ്ഞ കോണുകളിലും വനപ്രദേശങ്ങളുടെ സമീപവുമെല്ലാം അവനെ കണ്ടവരുമുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകൾ ഗ്രാമത്തിൽ കാട്ടുതീ പോലെ പടർന്നു. പിന്നീട് ഒരു മരണ പരമ്പര തന്നെ അരങ്ങേറുന്നു. ആദ്യ ഇര ഒരു സ്ത്രീയായിരുന്നു. സ്വഭവനത്തിൽ രാവിലെ അവളുടെ മൃതശരീരം കട്ടിലിൽ കണ്ടെത്തുന്നു. അവളുടെ ജീവൻ രക്തക്കുഴലിലൂടെ വലിച്ചെടുത്തവണ്ണം ശരീരം വിളറി വെളുത്ത് രക്തമശേഷം ദേഹത്ത് ബാക്കിയില്ലാത്ത വിധം തണുത്തുറഞ്ഞിരുന്നു. മറ്റു മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് അർണോൾഡിനെ ദേവാലയത്തിന് സമീപം കണ്ടതായി പറഞ്ഞ ഒരു വയസ്സൻ കർഷകനായിരുന്നു അടുത്തതായി മരണത്തിന് കീഴടങ്ങിയത്. നാടോടി കഥകളുടെ പാരമ്പര്യത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് കഥ ഏതാണ്, കാര്യം ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ പറ്റാത്ത വിധത്തിൽ ഇപ്രകാരമുള്ള ദുരൂഹ മരണങ്ങൾ കൂടി വന്നപ്പോൾ ഓസ്ട്രിയൻ ഭരണകൂടം ഈ സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ യോഹാൻ ഫ്ലിക്കിംഗർ എന്ന മിലിറ്ററി സർജന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നു. സഹപ്രവർത്തകരോടും ഒരു കൂട്ടം വൈദികരോടുമൊപ്പം ഫ്ലിക്കിംഗർ അർണോൾഡിന്റെ നാട്ടിലേക്ക് പോകുന്നു. ഭയമല്ലാതെ മറ്റൊരു വികാരവും ഇല്ലാതിരുന്ന ആ ഗ്രാമീണ അന്തരീക്ഷത്തെ സ്വസ്ഥമാക്കുവാൻ അർണോൾഡിന്റെ ശവക്കുഴി തുറക്കുകയേ മാർഗമുള്ളൂ എന്ന് ഫ്ലിക്കിംഗർ അഭിപ്രായപ്പെടുന്നു.
പറഞ്ഞു തീരും മുൻപേ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തി കല്ലറ പൊളിക്കുവാൻ അദ്ദേഹം ഏർപ്പാടാക്കുന്നു. കല്ലറ തുറന്നപ്പോഴുള്ള ദൃശ്യം തുറന്നു പിടിച്ച വായോടും ഉരുണ്ടുപിഴിച്ച കണ്ണുകളോടും മാത്രമേ ഫ്ലിക്കിംഗർ ഉൾപ്പെടെയുള്ളവർക്ക് നോക്കി നിൽക്കുവാൻ പറ്റിയുള്ളൂ. അർണോൾഡിന്റെ ശരീരം വിളറിയെങ്കിലും അതൊട്ടും തന്നെ ദ്രവിച്ചു തുടങ്ങിയിരുന്നില്ല. ചർമ്മം വലിഞ്ഞു മുറുകി നഖവും മുടിയുമൊക്കെ വളർന്നിരുന്നു. എന്നാൽ ഒട്ടും തന്നെ ജീർണിച്ചിരുന്നില്ല. സൂക്ഷ്മ പരിശോധനയ്ക്കായി അടുത്തെത്തിയ ഫ്ലിക്കിംഗറുടെ ഹൃദയം ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അർണോൾഡിന്റെ വായിൽ രക്തക്കറയുണ്ടായിരുന്നു, അതും ഫ്രഷ് ബ്ലഡ്. ഒരു മിലിറ്ററി സർജൻ ആയിരുന്നിട്ടും കല്ലറയിലെ കാഴ്ച അയാളെ അല്പനേരത്തേക്ക് ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരുവനാക്കി മാറ്റി. ചുറ്റും കൂടിയിരുന്നവരുടെ മുറുമുറുപ്പുകൾ ആക്രോശങ്ങളായി മാറുന്നത് മനസ്സിലാക്കിയ അയാൾ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടത്തുന്നു. കൂർത്ത മരകഷ്ണം അർണോൾഡിന്റെ നെഞ്ചിലൂടെ കുത്തിയിറക്കുന്നു. ആ ശവശരീരത്തിൽ നിന്നും രക്തം ചീറ്റുന്നതായി കൂടെ നിന്നവർ സാക്ഷ്യപ്പെടുത്തി. അർണോൾഡിന്റെ ശിരസ് ശരീരത്തിൽ നിന്നും മുറിച്ചുമാറ്റി. പിന്നീട് ശരീരം ദഹിപ്പിച്ചു. വരും ദിവസങ്ങളിൽ പല കല്ലറകളും ഇതുപോലെ തുറക്കപ്പെട്ടു. കുട്ടികളുടെ ഉൾപ്പെടെ 15ഓളം സമാനമായ കല്ലറകൾ കണ്ടെത്തി. അഴുകാത്ത ശരീരങ്ങളുടെ ഹൃദയത്തിൽ മരക്കുറ്റികൾ അടിച്ചിറക്കിയും തലയറുത്തും ശരീരം കത്തിച്ചും ഗ്രാമവാസികളുടെ മരണഭയം കുറയ്ക്കുവാൻ അന്വേഷണ കമ്മീഷന് സാധിച്ചു. എന്നാൽ ഫ്ലിക്കിംഗറിന് ഒരു ശാസ്ത്രീയ വിശദീകരണം റിപ്പോർട്ടിൽ എഴുതുവാൻ അപ്പോഴും സാധിച്ചിരുന്നില്ല. ഗ്രാമത്തോടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും ആ ഗ്രാമം ദുർമരണങ്ങളിൽ നിന്നും പൂർണ്ണമായി മോചനം നേടിയോ എന്ന സംശയം അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രിയൻ ഭരണാധികാരികൾ ദുർമന്ത്രവാദവും വാമ്പയർ ഹണ്ടും മറ്റ് ദുരാചാരങ്ങളും നിർത്തലാക്കിയതോടെ പ്രേതകഥകളുടെ പ്രചാരണത്തിന് സാരമായ കുറവുണ്ടായി. എന്നിരുന്നാലും തെരുവിന്റെ ഇരുൾമൂടിയ കോണുകളിൽ തിളങ്ങുന്ന കണ്ണുകളും കൂർത്ത നഖങ്ങളും ചുടുചോര ഒഴുകുന്ന ചുണ്ടുകളുമുള്ള അർണോൾഡ് പാവ്ലോയെ ഒരു ചുരുളഴിയാത്ത രഹസ്യമായി, പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി സെർബിയൻ ഗവൺമെന്റ് രേഖകളിൽ ഇന്നും കാണുവാൻ സാധിക്കും.